ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ അലീനയും വല്യപ്പച്ചനും കൂടി അവിടെ നിന്ന് തൻ്റെ പഴയ കാലങ്ങൾ സംസാരിക്കുക. അലീന സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഓർഫനേജിൽ നിന്ന് സ്കൂളിൽ പോയിരുന്ന സമയത്ത് ഉടുത്തു മാറാൻ ഡ്രസ്സില്ലാതിരുന്ന കാര്യങ്ങൾ, അതുപോലെ കീറി തുന്നിയിട്ട ഉടുപ്പിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ അലീന വല്യപ്പച്ചനോട് പറയാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഓരോ വീടുകളിലൂടെ ബ്രിജിത്താമ്മ കയറി ഇറങ്ങി തെണ്ടി വാങ്ങിച്ചുകൊണ്ട് വരുന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വല്യപ്പച്ചൻ പറയാണ്, ചിന്നമ്മയും കൊടുക്കുമായിരുന്നു, ചിന്നമ്മേ അരിയും തുണിയും എല്ലാം എടുത്ത് അങ്ങ് കൊടുക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക അദ്ദേഹം. അപ്പോൾ കൊടുക്കാൻ മനസ്സ് വരാത്ത ഒരുപാട് പേരുണ്ട് എന്ന് അലീന. ഇനി ഒരിക്കലും ഉപയോഗിക്കാത്ത ഡ്രസ്സ് കലമാരക്കകത്ത് പൂട്ടി വെക്കും, സ്വന്തക്കാർക്ക് പോലും കൊടുക്കത്തില്ലാത്തവരുണ്ടെന്ന കാര്യമൊക്കെ അലീന പറയുക. അത് മോള് പറഞ്ഞത് ശരിയാണെന്നും വല്യപ്പച്ചൻ. ആൽബിയുടെ കാര്യം ഒരു വക ആർക്കും കൊടുക്കുകയില്ല. അപ്പം അത് കേട്ടപ്പോൾ അന്ന് കുഞ്ഞായിരിക്കുമ്പോഴേ ഓരോ അച്ഛനമ്മമാർ മക്കളെ കൊണ്ടുപോകാനും കൂട്ടിക്കൊണ്ടു വരാനും KG വരുമായിരുന്നു എന്നും, ഈ അച്ഛനെന്ന് പറയുന്ന സംഗതി എന്താണെന്നൊന്നും അന്ന് അറിഞ്ഞുകൂടായിരുന്നു. അതെവിടുന്ന് വരുന്നു, അതെങ്ങനെ വരുന്നു, ഒന്നും അറിയില്ലായിരുന്നു എന്നൊക്കെ പറയാം. അങ്ങനെ തൻ്റെ സങ്കടങ്ങളെല്ലാം വല്യപ്പച്ചനോട് പറഞ്ഞ് കരയുക കേട്ടോ. അങ്ങനെ ബ്രിജിത്താമ്മയെ പറ്റിയൊക്കെ പറഞ്ഞ് അലീന ഭയങ്കര സങ്കടത്തോടെ കരയുന്നു. അപ്പോൾ അങ്ങനെ ബ്രിജിത്താമ്മയോട് ചെന്ന് ചോദിക്കും, എനിക്കെന്താ അച്ഛനില്ലാത്ത അമ്മയില്ലാത്ത, എന്നെ കൊണ്ടുപോകാൻ ആരും വരാത്ത എന്താണെന്നൊക്കെ താൻ ചോദിക്കുമെന്നും. അപ്പോൾ ബ്രിജിത്താമ്മ കരഞ്ഞുകൊണ്ട് തന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയും, എൻ്റെ മോൾക്കും ഉണ്ടൊരച്ഛൻ, ആ അച്ഛൻ വരും എന്ന് പറയുമായിരുന്നു എന്ന് അലീന ഇങ്ങനെ വല്യപ്പച്ചനോട് പറയുക. അപ്പോൾ അതിനേക്കാൾ നല്ല അച്ഛനായിരിക്കും എൻ്റെ മോളുടെ അച്ഛൻ എന്നൊക്കെ പറയുന്നു. അപ്പം ഞാൻ പറയും, ഇല്ല, എനിക്ക് അങ്ങനെ ഒരു അച്ഛനില്ല. ബ്രിജിത്താമ്മ എന്നോട് ചോദിക്കും, മോൾക്ക് സന്തോഷമായോ എന്ന്. അപ്പോൾ ദേ അങ്ങനെ സങ്കടക്കടലുകൾ ഓരോന്നോരോന്നായി നമ്മുടെ അലീന കരഞ്ഞ് തീർത്ത് ഇങ്ങനെ നിൽക്കുക. ആ മകളുടെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ വല്യപ്പച്ചനെ സഹിക്കാൻ പറ്റിയില്ല. വല്യപ്പച്ചൻ എന്നിട്ട് അലീനയെ ചേർത്ത് പിടിച്ചിങ്ങനെ പോവുക. അങ്ങനെ വല്യപ്പച്ചനും അലീനയും കൂടെ വരുന്നത് കണ്ടുകൊണ്ടാണ് നമ്മുടെ അവിടുത്തെ ജോലിക്കാരൻ ചേട്ടന്മാരവിടെ നിൽക്കുന്നത്. അപ്പോൾ ആൻ്റപ്പൻ ചേട്ടനും മറ്റേ ഡ്രൈവർ ചേട്ടനും അവിടെ ഉണ്ട്. ഇവർ രണ്ടുപേരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കാം. ദേ കുട്ടിച്ചായന അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് വരുന്നടാ എന്ന് പറയും. ഇത് എന്തൊരു മറുമായം! അവളെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി പത്തനാപുരത്ത് നിന്ന് പത്തലുമായിട്ട് പാഞ്ഞു വന്ന ആളല്ലേ ഈ മൂപ്പിലാൻ എന്ന് ഈ ഡ്രൈവർ ചോദിക്കാം. അപ്പോൾ ആ പെണ്ണിൻ്റെ കയ്യിൽ എന്തോ ഒരു മന്ത്രം ഉണ്ടടാ, അല്ലെങ്കിൽ കുട്ടിച്ചായനെ ഇത്ര പെട്ടെന്ന് കയ്യിലെടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ ഇവിടെ വേറെ ഉറപ്പിക്കുന്ന ലക്ഷണമാണല്ലേ. കുട്ടിച്ചായന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. കുട്ടിച്ചായൻ്റെ സപ്പോർട്ടിനെ കേണൽ സാറിൻ്റെ അടുത്ത് ചിലവാകത്തൊന്നും ഇല്ല. കേണൽ സാബ് ഒരു കാര്യം തീരുമാനിച്ച പിന്നെ അതിലൊരു മാറ്റവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുക കേട്ടോ. അതായത് അലീനയും അതുപോലെ വല്യപ്പച്ചനും കൂടി, അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പം ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇഷ്ടക്കേടോടുകൂടി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ആൻ്റപ്പാ, നിന്റെ കേണൽ സാബ് എന്നെ എടുക്കാം. അപ്പം രാവിലെ തുടങ്ങി ബെക്കോഡിയാക്കോ അങ്ങനൊരു ബ്രാൻഡൊക്കെ ഉണ്ടോടാ. അപ്പോൾ ബെഡ് കോഫിക്ക് പകരമുള്ളതാണെന്ന് പറഞ്ഞു. നേരെയുടെ വിനോദേ, നിനക്ക് രാവിലെ ഓട്ടം എല്ലാം പറഞ്ഞിട്ടുണ്ടോടാ കേണൽ സാബ്? അപ്പോൾ എസ്റ്റേറ്റിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴാണെന്ന് അറിയാൻ മേല. ഓടിയാലും ഇല്ലെങ്കിലും ശമ്പളം എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നില്ലേന്ന് ചോദിച്ചു. അതൊക്കെ 1-ാം തീയതി കൃത്യമായിട്ട് അക്കൗണ്ടിലോട്ട് വിടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും, അവധി എടുത്താലും എടുത്തില്ലെങ്കിലും വെട്ടും തിരുത്തും ഇല്ലാതെ മാസ ശമ്പളം കൊടുക്കുന്ന ഒരേ ഒരു സ്ഥാപനം അല്ലടാ. അത് തന്നെ നമ്മളും ജീവിച്ച് പോകേണ്ട കുട്ടിച്ചായെന്ന് ചോദിച്ചപ്പോൾ, ഓ ആയിക്കോട്ടെ നീ വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അലീനയും കൂട്ടിക്കൊണ്ട് ഇവരകത്തേക്ക് കയറിപ്പോയി. വല്യപ്പച്ചനും അലീനയും കൂടെ അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴും ഇവരിങ്ങനെ അവിടെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടി അടുത്ത കുശുമ്പ്, അവളെ കൈയോടെ പാക്ക് ചെയ്ത് സീൽ ചെയ്ത് പാലായി കഴിക്കുമെന്ന് ഈ കുട്ടിച്ചായൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടിച്ചായൻ മാത്രമല്ലല്ലോ സാബിൻ്റെ വീട്ടുകാരായിട്ടുള്ളത്. ഇനി എത്ര പേര് വരാനുണ്ട്? കേണൽ സാബിൻ്റെ അനിയന്മാർ 3 പേര്, അപ്പോൾ ഭാര്യയുടെ ആങ്ങളമാർ 3 പേര്, സ്വന്തം മക്കൾ 3 പേര്. ഇവരൊക്കെ വരാനില്ലേ? ഈ അലീന എന്ന് പറയുന്ന പെണ്ണ് മകളാണെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കേണൽ സാബ് കുറച്ച് വിഷമിക്കും. അപ്പം നമ്മുടെ സപ്പോർട്ട് ആർക്കാ? അന്നേരം ഒരു കാരണവശാലും നമ്മൾ അലീനയെ സപ്പോർട്ട് ചെയ്യൂല നീ ചേട്ടൻ, നമ്മൾ എതിർ കക്ഷികളാണ്. കൊള്ളാലോ എൻ്റെ അപ്പം ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കയ്യും കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമോൾ അവിടെ ഇരുന്ന് പഠിക്കുന്നു. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് രോഹിത് ഇറങ്ങി വരും. അപ്പോൾ രോഹിത് ഇറങ്ങിയപ്പോൾ നീ എന്തെടുക്കാന്ന് ചോദിച്ചു. ഞാൻ വായിച്ചു പഠിക്കായിരുന്നു. ഇന്ന് ക്ലാസ്സില്ലേ അപ്പം നിനക്ക്? ഇന്ന് മഴ കാരണമേ ഞങ്ങൾക്ക് അവധിയാണ്, 8-10 ക്ലാസ്സിലുള്ളവർക്കൊക്കെ അവധിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രോഹിണിന് പോകുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് സമരം
ആരുടെ ചായ മാറി കുടിച്ചെന്ന് പറഞ്ഞ് തർക്കമായി അടിയായി ഇപ്പം സമരമായി എന്ന് പറഞ്ഞു രോഹിത്ത്. അയ്യേ, അതിന് അടിയൊക്കെ കൂടുവോ? നാണക്കേടല്ലേ? വേറെന്തിനും അടി ഉണ്ടാക്കും? ഇതൊക്കെ വലിയ പ്രശ്നമാന്നേ. നമ്മൾ സമരത്തിന് പിന്തുണ കൊടുക്കും. ആ, ഭയങ്കര പിന്തുണയാ കേട്ടോ. അപ്പോൾ ഒരു ചായ വിടാൻ വഴിയുണ്ടോ? അത് ആ ജഗ്ഗിലിരിപ്പുണ്ട്, കപ്പിലേക്ക് ഒഴിച്ച് കുടിച്ചാൽ മതിയെന്ന് പറഞ്ഞു കൃഷ്ണ. അപ്പോൾ നിനക്ക് വേണോ? ഞാൻ കുടിച്ചതാ, എന്നാലും ഒന്നുകൂടി കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആങ്ങളെയും പെങ്ങളും കൂടി ചായയൊക്കെ കുടിച്ചിങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു. ഇതെന്താ മക്കളെ, ഇന്ന് വെള്ളക്കുർത്തി പോണില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് ക്ലാസ് ഇല്ല എന്നുള്ള കാര്യം പറയാം. അപ്പോൾ രോഹിയുടെ കോളേജിൽ സമരമാണെന്നാണ് പറഞ്ഞത്. സമരമോ? അത് പിന്നെ അച്ഛ, അത് പിന്നെ ചായ കേസ് അച്ഛ, അച്ഛന് ചായ വേണമെന്ന് ചോദിച്ചു കൃഷ്ണ. ആ, ഒരു ചായ കിട്ടിയാൽ സൂപ്പറായിരിക്കും. സമരവും കേസൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല അച്ഛാ, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. അപ്പോൾ ബബിത ഇല്ലാത്തത് കൊണ്ട് രണ്ടുപേരും കൂടെ എന്നെ ഇട്ട് വാരാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു രോഹിത്ത്. അപ്പോൾ അവരിങ്ങനെ 3 പേരും കൂടെ അവിടെ നിന്ന് ചായ കുടിക്കുമ്പോഴത്തേക്കും നാളുകൾക്ക് ശേഷം സാരിയൊക്കെ ഉടുത്ത് ഹാൻഡ് ബാഗൊക്കെ ആയിട്ട് ദേ വരുന്നു നമ്മുടെ വൈജ. ഇവരുടെ അടുത്ത് വന്നിട്ട്, രോഹി നീ ഇന്ന് പോകുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് അവധിയാ, സമരം സമരം എന്നും പറഞ്ഞ് രോഹിത്ത് ഇരിക്കുന്നു. അമ്മയ്ക്ക് ചായ വേണമെന്ന് ചോദിച്ചു കൃഷ്ണ. വേണ്ട, ഞാൻ കുടിച്ചു. രോഹി, നിനക്ക് എന്നെ ബാങ്കിലോട്ടൊന്ന് കൊണ്ടുവിടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എങ്ങനെ, ബൈക്കിലോ? നിനക്ക് കാറുണ്ടോ? അതില്ല. ആ, പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത മണ്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്ന് വൈജ ചോദിക്കാം. അപ്പോൾ അച്ഛൻ കടയിലോട്ടല്ലേ, അച്ഛൻ ഡ്രോപ്പ് ചെയ്യൂലേ എന്ന് ചോദിച്ചു. ഞാൻ കുറച്ച് ലേറ്റ് ആകും, കുഴപ്പമില്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്തേക്കാം. അപ്പോൾ എനിക്ക് ലേറ്റ് ആകാൻ പറ്റത്തില്ല, നിനക്ക് എന്നെ കൊണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു വൈജ. ഓക്കെ, ഞാൻ ഈ ബനിയനൊന്ന് മറിയിച്ച് വരാമെന്നും പറഞ്ഞ് ചായ കുടിക്കാനിരിക്കും. എടാ വേഗം വേണമെന്ന് പറഞ്ഞു വൈജ. അതിനെ ചായ പോലും കുടിക്കാൻ വൈജ സമ്മതിക്കണില്ല. ആ സമയം ശരി എന്നും പറഞ്ഞ് അതും അവിടെ വെച്ചിട്ട് രോഹിത്ത് മുകളിലോട്ട് കയറിപ്പോയി ഡ്രസ്സ് മാറാനായിട്ട്. ആ സമയം വൈജ ബാലൻ്റെ അടുത്ത് വന്നിട്ട്, ബാലേന്ദ്രൻ, ഞാൻ ഇന്നു മുതൽ ബാങ്കിൽ റീജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പം മോളെ, ഇന്ന് കടയിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാനുണ്ടെങ്കിൽ വിളിച്ച് പറയണം കേട്ടോ. ബബിതയോടും രോഹിയോടും ഒക്കെ ഒന്ന് ചോദിച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ കൃഷ്ണ ഇങ്ങനെ നോക്കുക, ദൈവമേ പണിയായോന്ന്. ബാലേന്ദ്രനോട് പറഞ്ഞത് അതാ കേട്ടില്ലേന്ന് ചോദിച്ചു. ഞാൻ ഇന്നു മുതൽ ഓഫീസിൽ ഇപ്പോൾ തുടങ്ങുവാണെന്ന്. ആ ശരി, വേറൊന്നും പറയാനില്ലേന്ന് ചോദിച്ചു. നീ എവിടെയെങ്കിലും പോ വൈജേ, നീ ഇതിനു മുൻപ് പോയത് എങ്ങോട്ടാണെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല, നീട്ട് എന്നോട് പറഞ്ഞിട്ടുമില്ല എന്ന് ബാലേട്ടൻ അന്നേരം പറഞ്ഞു. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ശീലത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നീ നിൻ്റെ സൗകര്യത്തിന് നീ നിൻ്റെ പണി നോക്കാൻ പറഞ്ഞു. ചോദ്യങ്ങളും പറച്ചിലായിട്ട് നമ്മൾ തമ്മിൽ തുടങ്ങിയാലേ പിന്നെ നിനക്ക് എൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഓ, മറ്റവൾ പോയി നിൻ്റെ ദണ്ണമായിരിക്കുന്നുണ്ടോ? ആ വൈജ, നീ പോ, അതാണ് നിനക്ക് നല്ലത്, നിർത്തിക്കോളാൻ പറഞ്ഞു. എനിക്ക് വെറുതെ നീ വടിയെടുത്ത് തരല്ലേ, ഞാൻ പറഞ്ഞു നീ അത് താങ്ങില്ല എന്ന്. അപ്പോൾ വൈജ ഇങ്ങനെ നോക്കുവോ, ഇതന്നെ പറയണേ. പിന്നെ ഒത്തിരി അടി മേടിക്കാൻ നിന്നില്ല, ആശാത്തി അങ്ങ് പോയി. വൈജ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ചുമ്മാ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണയോട് ബാലേട്ടൻ ഇങ്ങനെ പറയാം. അപ്പോൾ ഒന്ന് ചിരിച്ചു കൃഷ്ണ. ഇപ്പം മാറി നിന്നിട്ട് ബാലനെ നോക്കും, അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും, കുശുമ്പും കുത്തി ഇങ്ങനെ നിൽക്കുകയാണ് വൈജ. അപ്പോഴത്തേക്ക് രോഹിത്ത് ഇറങ്ങി വന്നു. ഒരു ഡ്രസ്സ് മാറാൻ എത്ര സമയം വേണോടാ അതെന്ന് ചോദിച്ചുകൊണ്ട് അതിനോട് ഒച്ച വയ്ക്കുന്നു. ഇനി വായും പൊളിച്ച് നിൽക്കാന്നു, വാടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകും കേട്ടോ. അങ്ങനെ രോഹിത്തും വൈജയും കൂടെ പോണു. ഞാൻ വണ്ടി എടുത്തിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് രോഹിത്ത് വണ്ടി എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. വൈജയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എന്തോ ആനക്കാര്യം ചെയ്തിട്ട് നിൽക്കുന്നത് പോലുള്ള ഭാവവും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ബാലനും അതുപോലെ കൃഷ്ണയും കൂടി ഇറങ്ങി വന്നു. അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി വന്നപ്പോൾ വൈജ ഇവിടെ കാത്തു നിൽക്കുകയല്ലേ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇറങ്ങി വരുന്നത് വൈജ കണ്ടു. എന്നിട്ടും കാണാത്ത മട്ടിലിങ്ങനെ ഭയങ്കര ജാടയൊക്കെ ഇട്ട് വല്ല ഗൗരവമൊക്കെ ഇട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്ക് രോഹിത്ത് ബൈക്കും എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ നീ നീങ്ങിയിരിക്കടാ അങ്ങോട്ട്, നീ എന്നതായി കാണിക്കുന്നതെന്ന് ചോദിച്ചു. അമ്മ എന്തിനാ എന്നോട് ചൂടാതെ, നമുക്ക് കയറാൻ അറിയാമല്ലെങ്കിൽ അങ്ങ് പറഞ്ഞാൽ പോരെയെന്ന് ചോദിച്ചു രോഹിത്ത്. ഉടനെ എന്നെ അങ്ങ് പറയും അങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്ത് ദേഷ്യപ്പെട്ടു. മര്യാദയ്ക്ക് ടാക്സി എല്ലാം വിളിച്ചിട്ട് പോയിരുന്നു മതിയായിരുന്നല്ലോ, ഞാൻ അമ്മയെ നിർബന്ധിച്ചോ, ഞാൻ കൊണ്ടുവിടാമെന്നും പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്ത് ഒച്ച വയ്ക്കാം. ഇത് കൊള്ളാം, മര്യാദയ്ക്ക് ആ റൂമിലിരുന്ന് ഞാൻ വെറുതെ ഈ ചീത്തയും കേട്ടു. അങ്ങനെ വൈജയ്ക്ക് ബൈക്കിൽ കയറാൻ പേടി, പക്ഷെ എങ്ങനെയൊക്കെയോ വലിഞ്ഞ് കയറി. എന്നെ ഒരിടത്തും കൊണ്ട് ഉറ്റൊന്നും ഇട്ടേക്കരുത്, ഫസ്റ്റ് പാർട്ടി പറയുന്നത്. എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് വരയില്ല അമ്മയുടെ അത്രയും. കാറ് മറിച്ച് വൈറലായ ആളാ എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്ത് വലിയ വർത്താനം പറയാം, വണ്ടി ഓടിക്കടാന്ന് പറഞ്ഞു. എടാ വണ്ടി എടുക്ക് ലേറ്റ്, അപ്പോൾ ഹെൽമെറ്റ് ഒന്ന് വെക്കട്ടെ അമ്മേ. നെല്ലം തൊടാൻ വൈജ സമ്മതിക്കുന്നില്ല. ശരിയായെന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ബാലനും കൃഷ്ണയും കൂടെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞപ്പം ബാലൻ ഇങ്ങനെ കൃഷ്ണയെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് ബാലൻ അകത്തേക്ക് കയറി പോവുകയാണ്. ഓ എൻ്റെ ദൈവം, ഇനി എന്താണോ പുതിയതായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്, കുഴപ്പമൊന്നുമില്ലായിരിക്കും അല്ലേ എന്ന് കൃഷ്ണ ബാലനോട് ചോദിക്കാം. എന്നാ കുഴപ്പമൊന്നും പറഞ്ഞു ബാലനകത്തേക്ക് പോകുമ്പോൾ കപ്പും കന്നേരം ഞാൻ കഴുകി വെച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണ അതുമായിട്ട് അകത്തേക്ക് പോകും. മോളെ എൻ്റെ ബാഗ് ഡൈനിങ്ങിൽ ഇരിപ്പുണ്ട്, അതും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കൊച്ചു അതെടുത്തുകൊണ്ട് വരുന്നു. എന്നിട്ട് അച്ഛൻ വണ്ടിയിലേക്ക് കയറിയിരുന്നു. അച്ഛൻ വണ്ടിയിലേക്ക് കയറിയിരുന്നപ്പോഴത്തേക്കും മകളോ കൊണ്ടുവന്ന് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ബാലനോട് അച്ഛൻ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ
ഓക്കെയാണ്, മോള് ഓക്കെ അല്ലേ? ഓക്കെ, നോ പ്രോബ്ലം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ അതേ നമ്മുടെ ബാലൻ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നു. മോള് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ച് വിഷമിക്കണ്ട കേട്ടോ, അച്ഛന് കുഴപ്പമൊന്നുമില്ല, അച്ഛൻ ഇനിയിപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ പോരെ എന്ന് ബാലൻ ഇങ്ങനെ ചോദിക്കാം. അതുകൊണ്ട് ഞാൻ ഓക്കെ അല്ലെങ്കിലും ഓക്കെ ആയേ പറ്റൂ എന്ന് പറഞ്ഞ് ഒരു ചിരിയും പാസ്സാക്കി. അച്ഛനെ കുറിച്ച് ആലോചിച്ച് ഈ കുഞ്ഞു തല പുണ്ണാക്കണ്ട കേട്ടോ, എൻ്റെ മോള് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു ബാലനെ. ഇപ്പം ഈ തല വെറുതെ അങ്ങ് വിട്ടേക്കാനും പറഞ്ഞു. അപ്പോൾ അതെ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ബാലൻ അങ്ങ് പോയി. കൃഷ്ണ ഇങ്ങനെ നോക്കി നിൽക്കുക. എന്നിട്ട് കൃഷ്ണ വീടിനകത്തേക്ക് കയറി വാതിലടച്ച് കുറ്റിയിട്ടു ഇങ്ങനെ റൂമിലിരിക്കുന്നു. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ രാവിലെ തന്നെ വെള്ളമടി തുടങ്ങി. അപ്പോഴേക്കും അങ്ങോട്ടേക്കും അപ്പച്ചൻ കയറി വന്നു. ലാലിച്ചാ എന്നും പറഞ്ഞ് വിളിച്ചു. ഭയങ്കര സങ്കടഭാവത്തിലാണ് നമ്മുടെ ലാലിച്ചൻ്റെ ഫേസൊക്കെ ഇരിക്കുന്നത്. കുടിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു. ദേ അപ്പച്ചൻ കഴിക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ കഴിക്കുന്നില്ല, എനിക്ക് കഴിച്ചിട്ട് അലീനയുടെ മുന്നിലോട്ട് ചെല്ലാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. മണമില്ലാത്ത സാധനം ഇവിടെ ഉണ്ടെന്നേ, അത് വേണോ? കള്ളിന് മണമില്ലെങ്കിലും കള്ളത്തരത്തിന് അതിനൊരു മണമുണ്ട്, അത് അവൾ പിടിക്കും എന്ന് നമ്മുടെ അപ്പച്ചൻ പറയുമ്പോൾ അപ്പച്ചന് അവളെ പേടിയാണോ എന്ന് ചോദിച്ചു. അതാണ് ശരിക്കും സംഗതി അല്ലേ? പേടിയൊന്നുമില്ല, കള്ള് കുടിച്ചേച്ച് അവളുടെ മുന്നിൽ ചെന്ന് നിൽക്കാനേ ഒരു കുറച്ചിൽ പോലെയാ എന്ന് അപ്പച്ചൻ പറയുമ്പോൾ സ്റ്റാലി ഒന്ന് ചിരിച്ചു. നമ്മൾ എന്തിനാ ആ പെങ്കൊച്ചിൻ്റെ മുന്നിൽ വെറുതെ നാണം കിടുന്നതെന്നും ചോദിച്ചു. അപ്പോൾ എനിക്കൊരു മാനക്കേടുമില്ല, അപ്പം നീ കുടിച്ചോ, പക്ഷേ നിൻ്റെ കുടി അത് നീ കുറയ്ക്കണം. ഇപ്പോൾ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലായിരിക്കാം, എന്നാലും കുറയ്ക്കുന്നതാ നിനക്ക് നല്ലതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ലാലിച്ചൻ എഴുന്നേറ്റിട്ട്, അപ്പച്ചാ പെണ്ണുങ്ങൾക്ക് മദ്യം കുടിക്കുന്നവരെ ഇഷ്ടമല്ല എന്നും മദ്യം ഉണ്ടാക്കിയ കാലം മുതലേ ഉള്ളൊരു സംഗതിയാണ്. അതുകൊണ്ട് ദേ മദ്യം ഇല്ലാണ്ടായോ? ഇല്ലല്ലോ. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളില്ലാണ്ടായോ? ലോകത്ത് കുടിയന്മാരില്ലാണ്ടായോ? അപ്പച്ചൻ പറ. അലീനയ്ക്ക് ഇഷ്ടമല്ല നിന്റെ കുടി, അത് നീ മനസ്സിലാക്കാൻ പറഞ്ഞു. എന്നോട് അവൾ പറഞ്ഞല്ലോ ഇഷ്ടമല്ല എന്നുള്ള കാര്യം. അവൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ എനിക്ക് കുടിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. അപ്പം നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ അവൾ ഈ പറയുന്നത്, നീ അത് മനസ്സിലാക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ അവളുടെ ഇഷ്ടം നോക്കി എൻ്റെ ഇഷ്ടം വേണ്ടാന്ന് വെക്കാനേ ഇപ്പം ഏതായാലും തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ലാലിച്ചൻ്റെ വക ഒരു ഡയലോഗ്. ഇത് കേട്ടപ്പോൾ വല്യപ്പച്ചന് സങ്കടമായിട്ടോ. അപ്പച്ചൻ അവളെ അങ്ങനെ അനുസരിക്കുന്നതിലേ എനിക്ക് യാതൊരു വിരോധവും ഇല്ല എന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ ലാലിച്ച, നീ ഒന്നും മനസ്സിലാക്കണം, നിനക്കേ പെട്ടെന്നൊരു തട്ടുകേട് പറ്റിയ അവൾക്ക് ആരുണ്ടടാ പിന്നെ. അപ്പോഴത്തേക്കും ലാലിച്ചൻ്റെ ഭാവമൊക്കെ അങ്ങ് മാറി. ചിന്തിക്കാൻ ഉള്ളൊരിതിൽ നിൽക്കുക. നീ വീണു പോയാലേ നിന്റെ ഭാര്യ വീട്ടുകാർ വന്ന് അവളെ ഇവിടെ നിന്ന് തൂക്കി എറിയത്തില്ലേ, എന്നെ ഇവിടെ നിന്ന് ഓടിക്കത്തില്ലേ എന്ന് വല്യപ്പച്ചൻ ചോദിക്കുക. അങ്ങനെ ഒന്നും സംഭവിക്കില്ല അപ്പച്ച എന്ന് പറഞ്ഞപ്പം, അങ്ങനെ തീർച്ചപ്പെടുത്താൻ നീ ആരാ? നിന്റെ കയ്യിലാണോ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്? ആയുസിൻ്റെ കണക്ക് പുസ്തകം നിന്റെ കയ്യിലുണ്ടോ? അവനവൻ സൂക്ഷിച്ചാൽ അത്രയും നല്ലത്, അത് നീ മനസ്സിലാക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സമാധാനം കളയാൻ വേണ്ടിയിട്ടാണോ അപ്പച്ചൻ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ കയറി വന്നത്? ഞാൻ ഇനി ഒന്നും പറയുന്നില്ല, പറയാനുള്ളത് പറഞ്ഞെന്ന് പറഞ്ഞ് അപ്പച്ചൻ ഇങ്ങനെ അവിടെ നിന്ന് അങ്ങ് പോയി. ലാലിച്ചൻ പിന്നെ അവിടെ ഇരുന്നു ആലോചന തുടങ്ങി. കുപ്പി എടുത്തു, പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല, അത് അടച്ചു വെച്ചു, അവിടെ ഇരുന്നു ഇങ്ങനെ കിടക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലാലിച്ചൻ്റെ അടുക്കളയാണ്. ലാലിച്ചൻ്റെ അടുക്കളയിൽ നിറയെ പണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടുത്തെ ചേട്ടൻ നിൽക്കുന്നു. അപ്പോഴേക്കും അലീന അടുക്കളയിലേക്ക് ചെന്നു. ഇതെല്ലാം നോക്കുക കേട്ടോ. എല്ലാം കണ്ട് അലീന ഇങ്ങനെ കയ്യും കെട്ടി നോക്കി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും ആ ചേട്ടൻ ഇങ്ങനെ അലീനയെ തന്നെ ഇങ്ങനെ നോക്കുവാണേ. അപ്പം അലീന ഇതെല്ലാം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമല്ലേ. ഇയാളാണെന്നുണ്ടെങ്കിൽ അലീന ഇങ്ങനെ മാറി മാറി നോക്കുന്നു, അലീനയും എല്ലായിടവും നോക്കി ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളും അളവും തൂക്കും ഒക്കെ നോക്കി നിൽക്കുക. ഇതെല്ലാം കളഞ്ഞതാണോ അത് വേണ്ടതാണോ എന്ന് ചോദിച്ചു. അതെല്ലാം ഉപേക്ഷിച്ചതാണെന്ന് പറഞ്ഞു കേട്ടോ. ഇതെല്ലാം ഉപേക്ഷിച്ചെന്നു. അപ്പോൾ നല്ല പച്ചക്കറികളായിരിക്കുന്നത്. അതല്ല, ഇതിനൊക്കെ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ അലീന. ഇന്നലത്തേതാ വാടിപ്പോയെന്ന് അദ്ദേഹം പറയാട്ടോ. ഫ്രിഡ്ജിൽ വെക്കാഞ്ഞിട്ടല്ലേ അത് വാടിപ്പോയത്. കേണൽ സാബിന് ഫ്രിഡ്ജിൽ വെച്ച പച്ചക്കറി ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. എല്ലാവരും പച്ചക്കറി വാങ്ങി ഫ്രിഡ്ജിലല്ലേ സൂക്ഷിക്കാറ്, ഇവിടെ എന്താ എത്ര പ്രത്യേകത? കേണൽ സാബിനെ അറിയത്തുള്ളൂ എന്നാ ചേട്ടൻ പറഞ്ഞു അലീനയോട്. അങ്ങനെ അലീന ഓരോന്നോരോന്ന് പെറുക്കി എടുത്ത് നോക്കുക. അങ്ങനെ അലീന ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ പഴകിപ്പോയി ഒരു സാധനങ്ങൾ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അലീനയും ആ ചേട്ടനും കൂടി ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ ചീച്ച് കളയുന്നതിൻ്റെ പേരിൽ അലീന ഇങ്ങനെ വഴക്ക് പറയുക ആ ചേട്ടനെ. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിലുള്ളൊരു സംസാരവും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.